കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അനുമോൾ PR വിനു ഇഷ്യൂ. അതിനകത്ത് ഡോക്ടർ ബിന്നിയുടെ പങ്ക്, അല്ലെങ്കിൽ ഡോക്ടർ ബിന്നിയുടെയും നൂബിൻ്റെയും പങ്ക്, അവരാണ് ഇവരെ തമ്മിൽ തെറ്റിക്കാനുള്ള കാരണം ആയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ബിന്നിനെ വല്ലാണ്ട്, ബിന്നിയുടെ പ്രൊഫഷനെ വരെ വലിച്ചഴച്ച് തേജോവധം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനൊരു മറുവശം ഇല്ലേ എന്ന് ചിന്തിച്ചു. ആ മറുവശത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും എന്നെ ചീത്ത വലിക്കാം. എന്നെ ബിന്നിയുടെ PR നീ അല്ലേടാന്ന് ചോദിക്കും. നീ നൂബിൻ്റെ സുഹൃത്തായതുകൊണ്ടല്ലേ ഇപ്പോൾ ബിന്നിയെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതെന്ന് ചോദിക്കും. ഇതിൽ എന്ത് ചോദിച്ചാലും എന്നെ ബാധിക്കില്ല. ഞാൻ അതിന് ഒരു രീതിയിലും ബോധഡാവത്തുമില്ല. ഞാൻ ഇതുവരെയും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. തെറ്റുകൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെയും ഒരു വ്യക്തിയും പറയാത്ത കാര്യമോ ചെയ്യാത്ത കാര്യമോ ഞാൻ സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ബിന്നി നേരിടുന്ന സൈബർ അറ്റാക്കിങ്, അതിന് ബിന്നി ഡിസേർവിംഗ് ആണോ? എനിക്കങ്ങനെ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, ഞാൻ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും കേട്ടതിന് ശേഷം ചെയ്യണമെന്ന റിക്വസ്റ്റും കൂടി ഞാൻ പറയുവാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാർ ഇത് ഈ വിഷയമൊന്നും അറിയും. അറ്റ്ലീസ്റ്റ് എന്നെ കേൾക്കുന്ന നമ്മുടെ ഫാമിലിയെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണമെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് യാതൊരു വെളുപ്പിക്കൽ വശവും ഇല്ല. കാരണം ബിന്നി നൂബിനും എന്തായാലും ഇതൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നതാണ്. ഞാനിത് സംസാരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ സൗഹൃദത്തിന് ഒരു അർത്ഥമില്ലാതായി പോകും. നൂബിൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഏകദേശം 9 വർഷമായി. എനിക്കറിയുന്ന നൂബിൻ അല്ലെങ്കിൽ നൂബിൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഒരാൾക്കെതിരെയും അനാവശ്യ ഇഷ്യൂ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരല്ല. അവരെ അറിയുന്നവർക്കും അവരെ അറിയാം. പിന്നെ എന്തുകൊണ്ട് നീ കഴിഞ്ഞ ദിവസങ്ങളൊന്നും സംസാരിച്ചില്ല? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിത് വന്ന് സംസാരിച്ചാൽ ഒരു പരിധിവരെ ഇപ്പോൾ ഒരു പക്ഷേ എന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ പോലും അന്നേരം ശ്രമിക്കില്ലായിരിക്കും. കാരണം സോഷ്യൽ മീഡിയ ഒന്നടങ്കം അവരെ കുറ്റക്കാരായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ഒരു പെരുമഴയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു തുള്ളി വെള്ളം എടുത്തൊഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ടാണ് അതൊന്ന് ഒതുങ്ങിയ സമയത്ത് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഷഫീന ചേച്ചിയുടെ ചാനലിലാണ് ആദ്യമായിട്ടൊരു ഓഡിയോ വന്നത്. അനുമോളുടെ ഒരു ഫാനാണെന്ന് പറഞ്ഞിട്ട് ദുബായിൽ നിന്നാണെന്ന് തോന്നുന്നു അവർ ആ ഓഡിയോ അയച്ചത്. അതിനകത്ത് അവർ പറയുന്ന വിഷയങ്ങൾ നമ്മൾ കേട്ടതാണ്. ഷഫീന ചേച്ചിയുടെ ചാനൽ നമ്മൾ കേട്ടതാണ്. ആ വീഡിയോ വന്ന ഉടനെ വിനുവിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ ഞാൻ ആ കമൻറ്റ് ഒന്ന് വായിക്കാം. ഹായ്, ദിസ് ഇസ് വിനു വിജയ്. ദിസ് ഇസ് നോട്ട് ദ റിയൽ റീസൺ. Some people manipulated Anmol and her family into disliking me, which created a lot of discomfort. I chose to step back from everything because I cannot compromise on my dignity. ഇതാണ് വിനു പറയുന്ന കാര്യം. അതായത് ഷഫീനേജ് പറഞ്ഞ ആ ഓഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല. ആരൊക്കെയോ ചേർന്ന് വിനുവിനെയും അനുവിൻ്റെ ഫാമിലിയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗം അത് മനസ്സിലാക്കിയിട്ട് വിനു അതിൽ നിന്നും പിന്മാറി എന്നാണ് വിനു ഇതിൽ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് വിനു നിർത്തുന്നില്ല. ശരിക്കും ഇതിനകത്ത് ഇവിടെ വിനു തന്നെ വിനുവിനെ എക്സ്പോസ് ആക്കിയിരിക്കുകയാണ്. വിനു ഒരു എക്സാക്ട് PR തന്നെയാണ്. ഒരു PR എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം വിനു ഈ കാര്യത്തിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ തെളിവ് സഹിതം ഞാൻ തരാം. ഇത് വിനു സംസാരിക്കുന്നുണ്ട്, വിനുവിന്റെ ഒരു സുഹൃത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഈ 2 ഓഡിയോയും അറ്റ് എ ടൈം കേൾക്കാം. അങ്ങനെ കേട്ടാൽ മാത്രമേ ക്ലാരിറ്റി കിട്ടുള്ളൂ. കാരണം ഷഫീനേച്ചി ആണെങ്കിൽ പോലും 2 പ്രാവശ്യമായിട്ടാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത്. അത് ഷഫീനേച്ചിയുടെ മിസ്റ്റേക്ക് അല്ല. 2 പ്രാവശ്യമാണ് ആ വിഷയം ചേച്ചിയുടെ കയ്യിലേക്ക് എത്തിയത്. വിനു ആദ്യം സംസാരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിനുവിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഈ അനുമോളുടെ PR ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നുള്ള ആ ഒരു പെൺകുട്ടി സംസാരിക്കുന്നു. അപ്പോൾ 2 സമയമായിട്ടാണ് ഈ വീഡിയോ പ്രേക്ഷകരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയത്. എന്നാൽ ഇത് ഒരുമിച്ച് കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ വിനുവിൻ്റെ ഭാഗത്തെ വില്ലത്തരം എന്താണെന്ന് മനസ്സിലാവുമായിരുന്നു. എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നമുക്ക് എന്നാലും വിനു പറയുന്ന കാര്യം ഒന്ന് കേട്ട് നോക്കാം. ഞാൻ വിനു ആണ്. ഹലോ. പറയൂ. നമ്മളന്ന് മറ്റേ സിബിന്റെ കല്യാണത്തിന് കണ്ടിരുന്നു. വിനു. പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ ക്ലാരിഫിക്കേഷൻ വിളിച്ചതല്ല. പറഞ്ഞതിൽ എനിക്ക് തോന്നുന്ന ഫാൻസ് ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നുന്നു. ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല. പറയാമോ നിങ്ങളോട്? പിന്നെന്താ? ഓക്കെ. ഇത് വീഡിയോയിലൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് വിനുവിനെ അങ്ങോട്ട് ഷഫീന ചേച്ചി വിളിച്ചതല്ല, വിനു ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം വിനു പറയുന്നു ഇത് നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വിളിച്ചതാണ്, അല്ലാണ്ട് വീഡിയോയിലൊന്നും പറയാൻ വേണ്ടി വിളിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് വിനു പറയുന്ന കാര്യങ്ങളാണ്. വിനുവിൻ്റെ ക്ലാരിഫിക്കേഷൻ ഓൾറെഡി വിനു ചാനലിൽ കമൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. അത് മാത്രം പോരാഞ്ഞിട്ടാണ് വിനു ഈ കോൾ ചെയ്തേക്കുന്നത്. എന്നിട്ട് പ്രത്യേകം പറയുന്നു നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വിളിച്ചതാണ്, പുറത്തേക്ക് വിടാൻ വേണ്ടി വിളിച്ചതല്ല. ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവിടെയാണ് വിനുവിൻ്റെ സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയുന്നത്. ഷഫീന ചേച്ചി ഡെഫിനറ്റ്ലി ഇത് പുറത്ത് വിടുമെന്ന് വിനുവിന് അറിയാം. അത് പുറത്ത് വിടാൻ വേണ്ടി തന്നെയാണ് വിനു ഇത് അവരെ വിളിച്ച് സംസാരിച്ചത്. ബാക്കി നോക്കാം. ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതുപോലെ മൈൽ സ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി. അതേസമയം പിന്നെയും നൂബിനെയും ഞാൻ കണ്ടു, അവരോടത്ത് ഞാൻ സംസാരിച്ചു. അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത ഒരാളല്ല,
പിന്നെ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം. ആ ഒരു ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു. അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് അപ്ഡേറ്റ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല. ഈ ചാറ്റ് ലീക്ക് ചെയ്യുന്നത് ബിന്നി അല്ല കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആ ഗ്രൂപ്പിനകത്തുള്ള ആരോ ഒരാൾ ഇവർക്ക് അയച്ചു കൊടുത്തതാണ്. ഓക്കെ, ബാക്കി അത് ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല. അപ്പൊ അവിടെ നെവിനും ഉണ്ടായിരുന്നു. അപ്പൊ നെവിൻ പറഞ്ഞു അത് ഞാൻ കേട്ട വിഷയമാണ്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ബുള്ളിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ട് ഞാൻ പുറത്താക്കി. അവരെല്ലാരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാർ, ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. വിനു പറയുന്ന കാര്യത്രേ ഉള്ളൂ. വിനുവിന്റെ PR ഗ്രൂപ്പിൽ നിന്നും ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്തിരുന്ന ആളുകൾ അവരെ വിനു പുറത്താക്കിയിരുന്നു. അവരെല്ലാവരും കൂടി ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അതിന്റെ ആ ഗ്രൂപ്പിനകത്ത് അനുമോളുടെ ചേച്ചിയും ഉണ്ടായിരുന്നു, അവരുമുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്, നൂബിന്റെയും ബിന്നിയുടെയും സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾക്കെതിരെ ഒരു കൂട്ടം ആൾക്കാർ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു, ഇവരെ തകർക്കണം, ഇവരെ ഇല്ലാണ്ടാക്കണം, ഇവരെ കമന്റ് ചെയ്ത് നശിപ്പിക്കണം എന്നൊക്കെ ചെയ്യാൻ തീരുമാനിക്കുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്. ആ ഗ്രൂപ്പിനകത്ത് അനുമോളുടെ ചേച്ചി ഉണ്ടെന്ന് പറയുമ്പോൾ അനുമോളുടെ ചേച്ചിക്കും ഇതിൽ അറിവുണ്ട് എന്നല്ലേ അതിനർത്ഥം? വിനുവിന് പറയാമായിരുന്നു ഞാനല്ല ചെയ്തത്, എനിക്കറിയില്ല, ആ ഗ്രൂപ്പ് അത് വേറൊരു ഗ്രൂപ്പാണ്, അത് ഏത് ഗ്രൂപ്പാണെന്നും എനിക്കറിയത്തില്ല. വിനുവിന് അറിയാത്ത കാര്യം വിനു എന്തിനു പറയാൻ പോണു? വിനുവിന്റെ ഇന്റൻഷൻ ഇതിൽ നിന്ന് വിനുവിന് തടി ഊരണം, പകരം അനുമോളുടെ ചേച്ചി ഇൻവോൾവ് ആവണം. അനുമോളുടെ ചേച്ചി ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഇത് പുറത്ത് വന്നതെന്നും ഇത് പുറത്ത് വിട്ടതെന്നും ഇത് സംസാരം നടന്നതെന്നും ഈ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്നതെന്നും വിനുവിന് സ്ഥാപിക്കണം. ഇപ്പം ബിന്നിനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചതും അതിനു വേണ്ടി തന്നെയാണ്, അല്ലാണ്ട് വിനു സ്വയം വെളുക്കാൻ വേണ്ടി മാത്രമല്ല. സ്വയം വെളുക്കാനാണെങ്കിൽ വിനുവിന് പറയാമായിരുന്നു ആ ഒരു സംഭവം ചെയ്തത് ഞാനല്ല, എനിക്കറിയില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, മറ്റേതോ ഗ്രൂപ്പുകാർ ചെയ്ത പരിപാടിയാണ്, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ട കാര്യം വിനു അങ്ങനെയല്ല ചെയ്തത്. അതിനകത്ത് അനുമോളുടെ ചേച്ചിയും ആ ഗ്രൂപ്പിനകത്തുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് സംസാരിക്കാം. ഇതാണ് വിനു പറയുന്നത്. നമുക്ക് ബാക്കി കേൾക്കാം. ഈ സാധനം ഞാൻ അവിടെ എൻഡ് ചെയ്തു, മനസ്സിലായോ? കാരണം ഞാൻ അവിടെ അനുമോളുടെ ചേച്ചിയാണെന്ന് പറയുന്നില്ല, അനുമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അവരെല്ലാവരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിലെ ചാറ്റാണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2 ദിവസം മുൻപ് ജിഷൻ മോഹനെതിരായിട്ട് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജിഷൻ അനുമോളെ പുറകിൽ നിന്ന് കുത്തി, ജിഷൻ പറഞ്ഞത് PR-ന്റെ കാര്യം അനുമോളെ കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിഷൻ മോഹൻ ക്ലാരിഫിക്കേഷനോടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അനുമോളെ കുറിച്ചല്ല പറഞ്ഞത്, അനുമോളുടെ PR-നെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർക്കും PR ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. അത് അന്നേരം പറയണമായിരുന്നൊക്കെ പറഞ്ഞു. അതേ കാര്യമല്ല ഇവിടെ വിനുവും ചെയ്തേക്കുന്നത്. വിനു അനുമോളുടെ ചേച്ചിയുടെ പേര് പറഞ്ഞില്ല എന്ന് വിനു പറയുന്നു. അനുമോളുടെ ചേച്ചി അല്ല ഇത് ചെയ്തതെന്ന് വിനു പറഞ്ഞോ? അനുമോളുടെ ചേച്ചി ആ ഗ്രൂപ്പിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ, ആ ഗ്രൂപ്പാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുന്നവരെന്ന് മണ്ടന്മാരാണോ? കാരണം ബാധിക്കപ്പെട്ട് നിൽക്കുന്നത് അവരാണ്. നൂബിനും ബിന്നിയുമാണ് ഇത് ബാധിക്കപ്പെട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെന്തായിരിക്കും ചിന്തിക്കുക? അനുമോളുടെ ചേച്ചിക്കും ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതിന്റെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി വിനു തന്നെ പറയുന്നു, നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ അനുമോളുടെ ചേച്ചിയോട് സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട്. അതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ നൂബിൻ കോൺടാക്ട് ചെയ്യുന്നു. രാജേഷുമായിട്ട് നൂബിന് വർഷങ്ങളുടെ ബന്ധമുണ്ട്. ഒരുപാട് ദിവസങ്ങൾ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയം നടക്കുമ്പോഴല്ല, അതിന് മുൻപും ഇവർ തമ്മിൽ കോൺടാക്ട് ഉണ്ട്, വർഷങ്ങളുടെ ബന്ധമുണ്ട്. അതിൻ്റെ പേരിൽ രാജേഷ് എന്ന് പറഞ്ഞ ആ വ്യക്തിനെ നൂബിൻ കോൺടാക്ട് ചെയ്യുന്നു, ഈ വിഷയം അവതരിപ്പിക്കുന്നു. ഈ വിഷയം അവതരിപ്പിച്ചത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, വിനു ഇങ്ങനെ ഫംഗ്ഷനിൽ വെച്ച് ഞങ്ങളെ കണ്ടു, ഞങ്ങളോട് സംസാരിച്ചു, വിനു അല്ലത് ചെയ്തത്, അനുമോളുടെ ചേച്ചി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലുള്ള ചാറ്റുകളാണ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയത് എന്നാണ് ഇവർ പറഞ്ഞത്. ഇവർ പിന്നെ വേറെ എന്ത് പറയണമായിരുന്നു? അനുമോളുടെ ചേച്ചിയുള്ള ഗ്രൂപ്പ് ആണ് എന്ന് വിനു പറഞ്ഞല്ലോ, അതേ അവരും പറഞ്ഞുള്ളൂ. ഈ രാജേഷ് ഇത് അനുമോളുടെ ചേച്ചിയോട് ചോദിച്ചു. അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അവർക്ക് സങ്കടം ഉണ്ടായത് കൊണ്ടായിരിക്കാം അവർ അനുമോളെ വിളിച്ച് സംസാരിച്ചത്. പ്രൈസ് ആയിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ അനുമോളോട് ഈ ചേച്ചി സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചപ്പോൾ കുടുംബത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അനുമോൾ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അനുമോൾ കുടുംബത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. ചേച്ചിക്ക് ഒരു സങ്കടം വന്നപ്പോൾ അനുമോൾക്ക് അത് ഹേർട്ടായി. അനുമോൾ അത് വിനുവിനോട് ചോദിച്ചു. ഇവർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കമായി. ഇതിൽ എവിടെയാണ് ബിന്നിയുടെ പങ്ക്, നൂബിന്റെ പങ്ക് എവിടെയാണ്? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഞാനിത് ചോദിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ്, അല്ലാണ്ട് ഒരിക്കലും ബിന്നിനെയോ നൂബിനെയോ വെള്ള പൂശാൻ വേണ്ടി സംസാരിക്കുന്നതല്ല. ഇതിന്റെ ഒരു മറുവശം ചിന്തിച്ചതുകൊണ്ട് എനിക്കത് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതിന്റെ എതിരായിട്ട് സംസാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. കുത്തിത്തിരിപ്പ് ബിന്നി. ഈ കുത്തിത്തിരിപ്പ് എന്നുള്ള പേര് ബിന്നി കിട്ടുകൊടുത്തത് ആരാണ്? അക്ബർ അല്ലേ? എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ വ്യക്തികളിൽ ഒരാൾ ഇതേ അക്ബർ തന്നെയല്ലേ? ഈ പേര് വന്നതിന് ശേഷം ബിന്നിയെ പോർട്രേറ്റ് ചെയ്യുന്നത് കുത്തിത്തിരിപ്പുകാരിയായിട്ട് മാത്രമായിരുന്നു. എപ്പിസോഡുകളിലെല്ലാം പിന്നെ അങ്ങനെ കാണുന്നുള്ളൂ. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് അടിച്ചിറക്കി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്നേ വരെ ബിന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല. ഒരാളോടും ബിന്നിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഗെയിം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. ഇപ്പോഴും ആ ഒരു വ്യക്തിയെ ഇങ്ങനെ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്ന് കരുതിയിട്ട് ഞാൻ ബിന്നിനെ വെളുപ്പിക്കാനല്ല സംസാരിക്കുന്നത്. ഇതിന്റെ ഫാക്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് വെച്ച് തരാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം, ബിന്നി നൂബിനും ചെയ്ത തെറ്റ് എന്താണ്,
അവരുടെ നേരെ വന്ന ഒരു സൈബർ അറ്റാക്കിങ്ങിന്റെ ഇഷ്യൂ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് അവരുടെ കയ്യിൽ കിട്ടുന്നു. വിനുവിനോട് അങ്ങോട്ട് പോയി ചോദിച്ചതല്ല. വിനു തന്നെ പറയുന്നുണ്ട്. വിനു ഇവരുടെ അടുത്തേക്ക് ചെന്നതാണ്. മൈൽ സ്റ്റോണിന്റെ ഇവന്റ് സമയത്ത് അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ നടന്നൊരു വിഷയം കൂടി ഞാൻ പറഞ്ഞുതരാം. വിനുവിനോട് ബിന്നിക്ക് ദേഷ്യം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട്. കാരണം ബിന്നിയുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? വിനുവാണ്, PR ചെയ്ത വിനുവാണ് ഈ സൈബർ അറ്റാക്കിങ്ങിന് നേതൃത്വം കൊടുത്തത് എന്നാണ് ബിന്നിയുടെ ചിന്ത. അത് ബിന്നി എന്നല്ല, ആരും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതേ ബിന്നിയെ കൊണ്ട് വിനുവിന് അവാർഡ് കൊടുപ്പിക്കാൻ വിളിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ ഒരു മാനസികാവസ്ഥ. എന്നാൽ അതിന് മുൻപ് തന്നെയാണ് വിനു ബിന്നിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ കൺവിൻസ് ചെയ്യാൻ വരുന്നു. കൺവിൻസ് ചെയ്യാൻ വന്നതിന് ശേഷമുള്ള സംസാരമാണ് വിനു ഇവിടെ ഈ പറയുന്നത്. ഇതിനകത്ത് വിനു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അനുമോളുടെ PR ചെയ്തപ്പോൾ ഞാൻ എന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ചുപേരെ പുറത്താക്കിയിരുന്നു, ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്തിരുന്ന കുറച്ചുപേരെ പുറത്താക്കിയിരുന്നു, ഞാൻ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളല്ല എന്ന് വിനു പറയുന്നു. അവിടെ വിനുവിനെ സ്വയം വിളിപ്പിച്ചു. ആ പുറത്താക്കിയ ആളുകൾ ചേർന്നുണ്ടാക്കിയ ഗ്രൂപ്പിനകത്ത് അനുമോളുടെ ചേച്ചിയും ഉണ്ടായിരുന്നു എന്നും വിനു പറഞ്ഞു. ക്വൈറ്റ് നാച്ചുറൽ. കേൾക്കുന്നവർ വിചാരിക്കും, കേൾക്കുന്നവരുടെ ചിന്തയിലൂടെ പോവും അനുമോളുടെ ചേച്ചിയും ഇതിൽ ഇൻവോൾവ് ആണെന്ന്. അവർ അതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഇവിടെ തെറ്റ് ചെയ്തത് ആരാണ്? വിനുവിന് അനുമോളുടെ ചേച്ചിയുടെ പേര് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അനുമോളുടെ ചേച്ചി ഇതിലേക്ക് വലിച്ചിട്ടാലേ വിനുവിന് നൈസായിട്ട് മാറി നിൽക്കാൻ പറ്റൂ, ഊരി മാറാൻ പറ്റുള്ളൂ. ആ ധാരണ PR ചെയ്യുന്ന വിനുവിനുള്ളതുകൊണ്ടാണ് വിനു ഈ പരിപാടി കാണിച്ചത്. കഴിഞ്ഞിട്ടില്ല, ബാക്കി കേൾക്കാം. ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ബിന്നിക്കും നൂബിനും കൊടുത്തത്. ബിന്നി നൂബിനും കൂടി രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ, കാരണം 8 വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുവും മോളും അനുമോളുടെ ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കൂ, എന്നോട് ചോദിക്കേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് വളച്ചൊടിച്ച് അവരവിടെ പ്രസന്റ് ചെയ്തത് അനുമോളുടെ ചേച്ചിയുടെ തലയിലേക്ക് ഇട്ട് വിനു എസ്കേപ്പ് ആയി. അപ്പൊ അവിടെ വെച്ചാൽ അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു, അനുമോളുടെ ചേച്ചിയുടെ തലയിൽ കിട്ടും. അവിടെ ഞാനിത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു. ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു, അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. ഞാൻ ഡയറക്റ്റ് നൂബിനായിട്ട് സംസാരിച്ചു. നൂബിൻ എനിക്ക് അയച്ചു തന്നു. കാരണം ഞാൻ അങ്ങനെ വിനു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും നൂബിൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പ്രൂഫ് വേണ്ടി നിങ്ങൾക്ക് അയച്ചുതരാം. അനുമോളുടെ ചേച്ചിയെ പറഞ്ഞിട്ടില്ലെന്നും. പക്ഷെ നൂബിൻ പറഞ്ഞത് സത്യമല്ലേ? അനുമോളുടെ ചേച്ചി നൂബിനും പറഞ്ഞിട്ടില്ല. നൂബിൻ പറഞ്ഞ എന്താണ്? വിനു പറഞ്ഞു വിനു അല്ല ഈ ചാറ്റ്, അല്ലെങ്കിൽ വിനുവിന്റെ ഗ്രൂപ്പിലല്ല ഈ ചാറ്റ് സംഭവിച്ചത്, മറ്റൊരു ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വിനുവിന് അറിയില്ല, വിനു പുറത്താക്കിയ ആൾക്കാരാണ്. അതിനകത്ത് അനുമോളുടെ ചേച്ചിയും ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത്. അനുമോളുടെ ചേച്ചി ചെയ്തൊന്നും വിനു പറഞ്ഞിട്ടില്ല, നൂബിനും അത് പറഞ്ഞിട്ടില്ല. ആ ഗ്രൂപ്പിനകത്ത് അനുമോളുടെ ചേച്ചി ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർ എന്താ വിചാരിക്കുക? അനുമോളുടെ ചേച്ചി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നല്ലേ വിചാരിക്കുള്ളൂ. അതാണ് സംഭവിച്ചത്. ഇനി ഈ കോൺവെർസേഷൻ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. വിനുവിൻ്റെ തന്നെ സുഹൃത്ത് ആയ ഒരു പെൺകുട്ടി, വിനുവിൻ്റെ PR പ്രവർത്തിച്ചിരുന്ന ഒരു പെൺകുട്ടി, വിനു സംസാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി വിളിക്കുന്നു. എന്തിനു വേണ്ടി വിളിച്ചു? വിനു പറഞ്ഞത് സത്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. നിങ്ങൾ ആലോചിക്കുക, PR എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ആടിനെ പട്ടിയാക്കുന്നതാണ് PR. അല്ലെന്ന് പറയാൻ പറ്റുമോ? നടന്നു പോകുന്നത് ആടാണ്, എന്നാൽ ഒരാൾ പറയുന്നത് പട്ടിയാണെന്ന് വിശ്വസിക്കുന്നില്ല, അടുത്തയാൾ പറയുന്നത് പട്ടിയാണെന്ന് വിശ്വസിക്കുന്നില്ല, മൂന്നാമത്തെ ആൾ പറയുന്നത് പട്ടിയാണെന്ന്. അപ്പം ചെറിയൊരു സംശയം തോന്നുന്നു. നാലാമത്തെ ആളും അഞ്ചാമത്തെ ആളും ആറാമത്തെ ആളും പറയുന്നത് പട്ടിയാണെന്ന് ഉറപ്പിച്ചു, പട്ടിയാണ്. അപ്പോൾ ആടെന്തായി? പട്ടിയായി. അങ്ങനെ ആടിനെ പട്ടിയാക്കാൻ വേണ്ടി വിനുവിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ PR ടീമിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി വിളിക്കുകയാണ്. ആ കോൺവെർസേഷൻ നമുക്ക് കേൾക്കാം. അതിനകത്താണ് ശരിക്കും കള്ളങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. അത് പക്ക വിനു പഠിപ്പിച്ച് പറയുന്ന കാര്യം, വിനു പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് അക്ഷരം പ്രതി തെറ്റാതെ ഈ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടിക്ക് തെറ്റുപറ്റിയ ഒരു ഭാഗമുണ്ട്, ആ പെൺകുട്ടിക്ക് പാളിപ്പോയ ഒരു ഭാഗമുണ്ട്. നമുക്ക് അതും കൂടി കേൾക്കാം. ഹലോ, ഹായ്, ഞാൻ എവ. ഇൻട്രൊഡ്യൂസ് ചെയ്യണ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ അനുമോളുടെ ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ടായിരുന്നതാണ്, വാട്സപ്പ് ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ടായിരുന്നതാണ്, അഡ്മിൻ ആയിരുന്നു. ഞാൻ ഇപ്പൊ ഒരു വീഡിയോ കണ്ടു, ലേറ്റസ്റ്റ് ഇട്ടിരുന്ന ഒരു വീഡിയോ കണ്ടു വിനു ആൻഡ് അനു ഇഷ്യൂല്. അതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് പറയാവോന്ന് അറിയില്ല. നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് ക്ലാരിഫിക്കേഷൻ വിനു കൊടുത്തു, എവിടെയാ? കമന്റ് ബോക്സിൽ. രണ്ടാമത്തെ ക്ലാരിഫിക്കേഷൻ വിനു വിളിച്ച് സംസാരിച്ചു ഷഫീന ചേച്ചിയെ, അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. മൂന്നാമത്തെ ക്ലാരിഫിക്കേഷൻ ഓക്കെ കേൾക്കാത്. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പറയണമെന്ന് തോന്നി, കാരണം നിങ്ങളുടെ വീഡിയോസ് ഞാൻ എപ്പോഴും കാണുന്നതാണ്. അത് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാതെ വീഡിയോ ഇടാറില്ല ഞാൻ ഇതുവരെ കണ്ടത് വെച്ചിട്ട്. അപ്പൊ ഉറപ്പിക്കാമല്ലോ അല്ലേ? ഞാനൊരു നോട്ട് നിങ്ങളെ കാണിച്ചു തരാം, ഒരു എഴുത്ത്. ഈ എഴുത്ത് അനുമോൾ ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് അനുമോളുടെ ഒഫീഷ്യൽ പേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജുണ്ട്, ഇൻസ്റ്റഗ്രാം പേജ്. അതിനകത്ത് വന്ന നോട്ടാണ്. ഈ സമയത്ത് അനുമോളുടെ ഒഫീഷ്യൽ പേജ് ഹാൻഡിൽ ചെയ്തിരുന്നത് വിനുവാണ്, PR ചെയ്ത വിനുവാണ്. അതിനകത്ത് വ്യക്തമായിട്ട് ആ സമയത്ത് പേജ് ഹാൻഡിൽഡ് ബൈ വിനു വിജയ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് മാറി, ഇപ്പം അനുമോളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ആ നോട്ട് ഒന്ന് വായിക്കാം. ടീം അനുമോൾ, ദിസ് ഈസ് ടു ബ്രിങ് ടു ദ അറ്റൻഷൻ ഓഫ് ഓൾ വെൽ വിഷേഴ്സ് ആൻഡ് ദോസ് സ്പീക്കിംഗ് അബൌട്ട് അനുമോൾ. അനുമോൾ ആൻഡ് ഹെർ ഫാൻസ് ഹാവ് നോ കണക്ഷൻ വാട്ട് എവർ വിത്ത് യൂട്യൂബർ ഷഫീന ബീവി. മനസ്സിലായല്ലോ അല്ലേ? ഷഫീന ബീവിയുമായിട്ട് അനുമോൾക്കോ അനുമോളുടെ ഫാൻസിനോ യാതൊരു ബന്ധവും ഇല്ല. ഇതാണ് പറയുന്നത്.
We are not responsible for any of her statements or opinions expressed on YouTube or other platforms. യൂട്യൂബിലോ മറ്റ് പ്ലാറ്റ്ഫോംസിലോ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അഭിപ്രായങ്ങൾക്കും ഞങ്ങളോ ഞങ്ങളുടെ ടീമോ ബാധ്യസ്ഥരല്ല. ഈ പറഞ്ഞ വ്യക്തികളാണ്, അതായത് വിനുവിൻ്റെ ടീമിലുള്ള ആൾക്കാർക്കോ ഷഫീന ചേച്ചി പറഞ്ഞ കാര്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇനി ഇതിനകത്ത് വേറെ നോട്ട്സ് ഉണ്ട്, ഞാനത് വായിക്കുന്നില്ല. ഇപ്പം ഇത്രയും ഇതാണ് കണ്ടന്റ്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ എന്താണ്, നിങ്ങളുടെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണ്, അത് കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ആ സന്തോഷിച്ചിരുന്ന സമയത്ത് തന്നെയല്ലേ ഈ നോട്ട് ഇറക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാര്യം എന്താണ്, ഇവർ പറയുന്ന കാര്യങ്ങൾ ഷഫീന ചേച്ചി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇപ്പൊ കിട്ടിയെന്ന് തോന്നിയത് കൊണ്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. ഇത്ര ലേറ്റ് ആയി പോലും ക്ഷമിക്കണം, എനിക്ക് ഇപ്പോഴാണ് നമ്പർ കിട്ടിയത്. അയ്യോ, അത് നമ്പർ ഇട്ട ലേറ്റ് ആയതല്ല. വിനു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളിലേക്ക് വിനു പറഞ്ഞു തരണം. അതിനുള്ളൊരു സമയം വേണമല്ലോ. നമ്പർ ഇട്ട വലിയ പാടത്തില്ല. കാരണം വിനു വിളിച്ചത് എങ്ങനെയാ, വിനു നമ്പർ എടുത്തിട്ടല്ലേ. ആ നമ്പർ നിങ്ങളിലേക്ക് വരാൻ അത്ര സമയം വേണം? അധികം സമയമൊന്നും വേണ്ട. അപ്പം നമ്പർ കിട്ടാൻ ലേറ്റ് ആയതല്ല. വിനു ഷഫീന ചേച്ചിയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നീ അത് ഒന്ന് അതേപോലെ സംസാരിച്ച് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വിനു പഠിപ്പിക്കാൻ എടുത്ത സമയമാണ് ഈ ലേറ്റ് ആയത്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിലൂടെ പോയ കാര്യങ്ങളാണേ. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതായിരിക്കുമോ അതോ ഇതല്ലായിരിക്കുമോ, നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാനത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ബാക്കി നോക്കാം. ഞാൻ പറഞ്ഞോട്ടെ എന്നാ. ഇപ്പൊ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫാൻ അയച്ചൊരു മെസ്സേജിലാണല്ലോ ഇപ്പൊ അത് ഇട്ടിരിക്കുന്നത്. പറഞ്ഞതും അനു ചോദിച്ചതും ഒക്കെ സത്യം തന്നെയാണ്. പക്ഷെ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ലൈക്ക് അതായത് ഞാൻ ആ ഗ്രൂപ്പിൽ അഡ്മിനാണ്. അപ്പോ നമ്മൾ ആദ്യം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് ആ ഗ്രൂപ്പിൽ ഭയങ്കര ഹേറ്റ് സ്പ്രെഡ് ചെയ്തിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. മറ്റുള്ളവർക്കെതിരെ ബാഡ് ആയിട്ട് പറയാ. നമ്മൾ ആകെ നോക്കിയിട്ടുള്ളത് അനുവിനെ പ്രൊമോട്ട് ചെയ്യാനാണ്, അനുവിന്റെ പോസിറ്റിവിറ്റി മാത്രം സംസാരിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. വളരെ നല്ല കാര്യം. കാരണം ഒരു PR എടുക്കുമ്പം PR ചെയ്യുന്നത് ആരെ കുറിച്ചാണോ അവരെ പോസിറ്റീവായിട്ട് മാത്രം ചിത്രീകരിക്കുക, മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അത് നല്ലൊരു കാര്യമാണ്. അതാണ് ഇവർ ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. അതിനാണ് നമ്മളടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അത്ര അധികം ദിവസം പോലും ആയിട്ടില്ല, ബട്ട് ഓൾറെഡി ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് തുടങ്ങി. അപ്പൊ വിനു തന്നെ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുകയും മറ്റുള്ള ആൾക്കാരെ വെച്ചിട്ട് വേറൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇവര് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആ ഗ്രൂപ്പിൽ എന്നെയും ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതില്. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാ, ഇവരങ്ങനെ ചെയ്യുന്ന നമുക്ക് അവരുടെ അതായത് ഒരു ഹേറ്റർ ക്യാമ്പയിൻ പോലെയായിരുന്നു അവരത് ചെയ്തിരുന്നത്. അവരുടെ ഗ്രൂപ്പിന്റെ പേരെന്നെന്തോ ആദ്യം ഈ വ്യക്തിയുടെ പേരെന്നെ ഹെൽത്തി എന്തോ ഇതെന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരുന്നത്. ബട്ട് അവർ തീരെ ഹെൽത്തി അല്ലാത്തൊരു ഗ്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ നമ്മളൊക്കെ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കിക്ക് ഔട്ട് ചെയ്തു അതിൽ നിന്ന്. അവര് തന്നെ പുറത്താക്കി. കാരണം ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മറ്റേ ഗ്രൂപ്പിൽ പോയിട്ട് പറയുന്നു, അതുകൊണ്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കി. ചേച്ചിയുടെ സ്വഭാവം കൊണ്ടാണ് പുറത്താക്കിയെന്നാണ് പറയുന്നത്. അതായത് ചേച്ചി ഇവിടുത്തെ കാര്യം അവിടെ പോയി പറയുന്ന ഒരു ടൈപ്പാണ് ചേച്ചി എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ പുറത്താക്കിയെന്ന് പറയുന്നു. ഓക്കെ, അത് അവരുടെ കാര്യം, നമ്മുടെ വിഷയം. ഞാനൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അതിനൊക്കെ ശേഷമാണ് ഈ ഒരു ഹെയ്റ്റ് ഭയങ്കരമായിട്ട് അനുവിന്റെ ഫാൻസ് ആണ് ഇത് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ വന്നത്. നമ്മുടെ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരാളെയും ഹെയ്റ്റ് ചെയ്യരുത് എന്നുള്ള ആരെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ അപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കും. ഞങ്ങൾ കുറച്ച് അഡ്മിൻസ് ആണ് അത് കാര്യമായിട്ട് നോക്കിയിരുന്നത്. വിനു അതിന്റെ മോണിറ്ററിങ് ചെയ്യാന്നല്ലാതെ ഇതില് എന്തെങ്കിലും പറയാനോ സംസാരിക്കാനോ പോലും വരാറുണ്ടായിരുന്നില്ല. ഇതിലെല്ലാത്തിനും ശേഷം അവസാനം വന്നു കഴിഞ്ഞപ്പോ അനുവിന്റെ ഫാൻസ് ആണ് മൊത്തം സ്പ്രെഡ് ചെയ്യുന്നതും വിന്നി ഈ വാട്സപ്പ് ചാറ്റും ഇതൊക്കെ കൊണ്ടുവന്നു. ഇത് ആരോട് പറയണമെന്ന് പോലും നമുക്കറിയില്ല, ബിക്കോസ് നമ്മൾ ഇത് ചെയ്തിട്ടില്ല. അതിനുശേഷം അപ്പോഴും ഇതൊരു യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇതൊരു പുറത്തോട്ടൊരു ഇഷ്യൂ എത്താത്തിടത്തോളം നമ്മൾ സേഫ് ആയിരുന്നു. ബട്ട് ഇപ്പോ ഈ ഒരു അവാർഡ് ഫംഗ്ഷന് ശേഷം വിന്നി സ്റ്റേജിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ പുറത്തെത്തുമ്പോഴേക്കും മനസ്സിലാവും. സ്റ്റേജിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്. ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് വിനു ആണ് ഞങ്ങളെ ഇങ്ങനെ ആക്കിയത്, വിനു ആണ് എന്നെ എയറിൽ കേട്ടിയത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്? കാരണം അനുമോൾക്ക് മറ്റേ ഫാൻ ഗ്രൂപ്പുള്ള കാര്യമൊന്നും പുറത്താർക്കും അറിയില്ല. അനുമോൾക്ക് ആകെ PR ചെയ്യുന്നത് വിനുവിന്റെ പേര് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. അല്ലാണ്ട് വേറെ ഫാൻ ഗ്രൂപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അനുമോൾക്ക് വേറെ ഫാൻസുകാർ ഇങ്ങനെയാണ് കളിക്കുന്നതെന്നോ ആർക്കും അറിയത്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും ബിന്നിന്നല്ല ഏത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കും. PR ചെയ്യുന്ന വിനുവാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്നല്ലേ ചിന്തിക്കുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മളാണെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക? അവരും ഒരു മനുഷ്യ സ്ത്രീയാണ്. ബിന്നി എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്. അവരും ചിന്തിച്ചത് അങ്ങനെ തന്നെയാണ്. അനുവിന്റെ PR എന്ന പേരിൽ വിനുവിന്റെ പേര് മാത്രമേ പുറത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതേ അവരും ചെയ്തുള്ളൂ. ഇതിനകത്ത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വഭാവം കൊണ്ടാണ്. ഇനി ഇവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം വിന്നിക്ക് ജീവിക്കാൻ. ആരൊന്നും ചെയ്തിട്ടല്ല. പക്ഷെ അതിന്റെ പഴി മുഴുവൻ കേൾക്കുന്നത് വിനുവാണ്. വിനു ആക്ച്വലി ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, ചെയ്തിട്ടില്ല. ഈ ചേച്ചി തന്നെ പറയുന്നു, ചേച്ചി അവിടെ കാണുന്ന കാര്യം ഇവിടെ വന്ന് പറയുന്നതിന്റെ പേരിലാണ് ചേച്ചിനെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത്. അപ്പൊ ചേച്ചി നല്ല സ്വഭാവത്തിന് ഉടമയായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അല്ലേ? പ്രശ്നമില്ല.
സമ്മതിച്ചിട്ടുമില്ല ചെയ്യാൻ വേണ്ടി. പക്ഷെ അവസാനം എൻഡ് ഓഫ് ദി ഡേ വന്നു കഴിഞ്ഞപ്പോ അനുവിന്റെ ഫെയിമിന് വേണ്ടിയിട്ട് വിനുവിന് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പേരും ഒരു ഐഡന്റിറ്റിയും ആൾക്കൊരു പ്രൊഫൈൽ ഉള്ളതാണ്. ഒരിക്കലും അനുവിന്റെ പിന്നാലെ നടന്നിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കേണ്ട വ്യക്തി. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഈ വിനുവിനെ അറിയുന്നത് ഈ PR-ന്റെ വിഷയം വന്നതിന് ശേഷമാണ്. നിങ്ങൾ എപ്പോഴാണ് വിനുവിനെ അറിയുന്നത്? നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു വിനു വിജയ് എന്ന് പറയുന്ന ഒരു ആൾ ഉണ്ടെന്നും അദ്ദേഹം ഒരു ഡയറക്ടറാണെന്നും? ഞാൻ ഇന്നലെയാണ് ഗൂഗിൾ ചെയ്ത് നോക്കിയത് വിനു വിജയ് എന്നുള്ളത് ആരാണെന്നുള്ളത്. ഒരു 3 സിനിമ വിനു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. 3 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. വിനുവിനൊരു ഫെയിം ഉള്ള ഒരാളാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരാളാണ് എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിന്തിച്ചു നോക്കിയേ, ഈ അനുവിൻ്റെ PR വിഷയം വന്നതിന് ശേഷമല്ലേ വിനു വിജയ് എന്ന് പറയുന്നൊരു വ്യക്തിയെ നമ്മളെല്ലാവരും കാണുന്നത്, അറിയുന്നത് അല്ലേ? അപ്പോൾ ഫെയിമിന് വേണ്ടി അല്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. ഞാനിതും വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ബാക്കി ആവശ്യം വിനുവിനില്ല എന്ന് എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോ ഇത്രയൊക്കെ വന്നപ്പോഴും നമ്മളിത് ആരടുത്തും പറയേണ്ട ആവശ്യമില്ല. അനു എന്തെങ്കിലും പറഞ്ഞോട്ടെ, കാരണം നമ്മൾ അനുവിനെ അത്രയും സപ്പോർട്ട് ചെയ്തതാണ്. അനു പക്ഷെ ഒറ്റ ദിവസം കൊണ്ട്, അതും ബിന്നിനെ പോലെ ഒരാള് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ തിരിയുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. കാരണം ബിന്നി അല്ല കേട്ടോ അനുവിനോട് സംസാരിച്ചത്. അനുവിനോട് സംസാരിച്ചത് അനുവിൻ്റെ ചേച്ചിയാണ്. അനുവിൻ്റെ ചേച്ചി അനുവിനോട് സംസാരിച്ചപ്പോൾ ആ ഇമോഷൻസ് മുഴുവൻ ബ്രേക്കായി. അങ്ങനെയാണ് സംസാരിക്കുന്നത്. ആ ഇമോഷൻ ബ്രേക്ക് ആവാൻ കാരണം എന്താണ്? വിനു തന്നെയാണ് പറയുന്നത് അനുവിൻ്റെ ചേച്ചി ഇൻവോൾവ് ആയ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ആ ചാറ്റ് പുറത്തു പോയത്. അവിടെയാണ് ബിന്നിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നതും ബിന്നിക്കെതിരായിട്ട് കളിക്കണമെന്ന് പറയുന്നതും ഒക്കെ സംഭവിക്കുന്നത് അവിടെയാണ്. അത് കേട്ട ബിന്നിയും നൂബിനും കൂടി ഈ രാജേഷ് ചേട്ടനോട് സംസാരിച്ചു. രാജേഷ് ചേട്ടൻ അത് അനുവിൻ്റെ ചേച്ചിയോട് ചോദിച്ചു. ഇതാണ് ഉണ്ടായത്. അതിനകത്ത് ബിന്നി എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ബിന്നി ചെയ്ത മിസ്റ്റേക്ക് എന്താണ്? അവരുടെ നേരെ വന്ന സൈബർ അറ്റാക്കിങ്ങിന് കാരണം ഇന്ന ആൾ ഉള്ള ഗ്രൂപ്പാണ് എന്ന് പറയുമ്പോൾ അതുള്ളതാണോ അല്ലയോ എന്നുള്ളത് അവരന്വേഷിച്ചു. അതിൻ്റെ പുറകെ നടന്ന പ്രശ്നങ്ങൾക്ക് അവരെങ്ങനെ കാരണക്കാരാവും? അതാണ് എൻ്റെയും സംശയം. അന്ന് അവിടെ ഈ പറയുന്ന അവാർഡ് ഫംഗ്ഷന്റെ അന്ന് ഇവര് തമ്മിൽ സംസാരിച്ചു. ഓൾറെഡി സ്റ്റേജിൽ വെച്ച് ബിന്നി പരാമർശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വിനു കാരണമാണ് ഞാൻ പോയത്, അനു ഫാൻസ് കാരണമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സത്യമല്ലേ? അനുവിൻ്റെ PR ചെയ്യുന്നത് വിനുവാണ്. സൈബർ അറ്റാക്ക് വന്നത് അനുവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ, അനുവിൻ്റെ PR-ന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ അനുവിൻ്റെ ഫാൻസിൻ്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. വിനുവിൻ്റെ പേരിലേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആ അനുവിൻ്റെ PR എന്ന് കേൾക്കുമ്പോൾ വിനുവിൻ്റെ പേരിലേ വരുള്ളൂ. അപ്പോൾ വിനു ആണെന്ന് വിചാരിച്ചേ പറയാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്. അല്ലെന്താ മിസ്റ്റേക്ക്? കാരണം അവിടെ പേര് വരുന്നത് വിനുവിൻ്റെ പേരാണ്. PR എന്ന് പറയുമ്പോൾ തന്നെ പേര് വരുന്നത് വിനുവിൻ്റെ പേരാണ്. അപ്പോൾ വിനു ആണെന്നല്ലേ ആരും വിചാരിക്കുള്ളൂ. സോ അവിടെ വിനുവിൻ്റെ പേര് പറഞ്ഞു, അനുവിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ മിസ്റ്റേക്ക്? ഇവിടെ ഒന്നും അനുമോൾ ഇൻവോൾവ് അല്ല ഈ വിഷയങ്ങളിലൊന്നും. ഇവിടെ എല്ലാം ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് വിനുവാണ്. ഈ പ്രശ്നങ്ങളിലെല്ലാം മൂല കാരണം വിനു തന്നെയാണ്. വിനു തന്നെയാണ് പറഞ്ഞുണ്ടാക്കിയത്. PR എക്സ്പോസ്ഡ് ആയ സമയത്ത് തന്നെ വിനു അങ്ങോട്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി. വിനു ഇല്ലാത്ത കാര്യങ്ങൾ കുറേ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അനു പോലും പറയാത്ത എമൗണ്ട് പോലും വിനു എടുത്ത് കാണിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ആരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയായിരുന്നു? വിനു തന്നെ സ്വയം ആലോചിക്കും. എനിക്കതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല അക്കാര്യത്തിൽ. കഴിഞ്ഞപ്പോ അയാളൊരു ഇൻഡിവിജ്വൽ ആണ്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ആരെയും പേടിച്ച് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. ബിന്നിയുടെ അടുത്ത് പോയി സംസാരിച്ചു. ഈ കാര്യങ്ങൾ നൂബിന്റെ അടുത്തും ബിന്നിയുടെ അടുത്തും ഇയാൾ പറഞ്ഞു. അതായത് എന്റെ പ്രൊഫൈലിൽ നിന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നല്ല അത് പോയിരിക്കുന്നത്, മറ്റു ഗ്രൂപ്പിൽ നിന്നാണ്. ഈ ഒരു ഗ്രൂപ്പിൽ ഈ പറയുന്ന ദേവ എന്നാണ് അവരുടെ വാട്സപ്പിന്റെ പേരുണ്ടായിരുന്നത്, അനുവിന്റെ ചേച്ചിയുടെ നമ്പർ. അവർ അതിൽ ഇൻവോൾവ് ആണ്. ആ ഗ്രൂപ്പിൽ അവരുണ്ട്. ഈ പെൺകുട്ടി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെയാണ് വിനു പറയുന്നതിലും ഈ പെൺകുട്ടി പറയുന്നതിലും തമ്മിൽ മിസ്റ്റേക്ക് വരുന്നത്. അതായത് വിനു പറയുന്നത് വിനു അവരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ വിനുവിൻ്റെ ഓഡിയോയിൽ കേട്ടതല്ലേ? അവരല്ല, അവരുടെ ഫാൻ ഗ്രൂപ്പോ അല്ല ചെയ്തത്. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ അവരോട് ചോദിക്കൂ. അവർ ആ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആണ്, ഗ്രൂപ്പിനകത്തുണ്ട് എന്ന് മാത്രമേ വിനു പറഞ്ഞിട്ടുള്ളൂ എന്നാണ് വിനു പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടി പറയുന്ന പൊരുത്തക്കേട് ഇവിടെയാണ് തുടങ്ങുന്നത്. നമുക്ക് കേട്ടു നോക്കാം. അവരത് അറിഞ്ഞോ അറിയാതെയോ അതൊക്കെ സെക്കൻഡ് പാർട്ടാണ്. അവർ ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാം. കാരണം ആക്റ്റീവ് ആയിട്ട് നിന്നിരുന്ന ഒരാളാണ് അനുവിന്റെ ചേച്ചി. അനുവിന്റെ ചേച്ചി നമ്മുടെ ഗ്രൂപ്പിലൊന്നും വന്ന് സംസാരിക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അത് ഇവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. ഇത്ര മാത്രമേ നൂബിനും ബിന്നിയും സംസാരിച്ചിട്ടുള്ളൂ. അവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അവരുള്ള ഗ്രൂപ്പിനകത്ത് നടന്ന ചർച്ച, അങ്ങനെ സംസാരിക്കരുത്, നിങ്ങളത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർക്ക് ഒഴിവാക്കാമായിരുന്നു. ഇത്ര മാത്രമേ നൂബിനും ബിന്നിയും സംസാരിച്ചിട്ടുള്ളൂ. അവരും ചിന്തിച്ച പോയിന്റ് അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ബിന്നി ഇതിൽ തെറ്റുകാരിയാവുന്നത്? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ അവസാനത്തെ 2 ആഴ്ച അനുമോൾക്ക് വേണ്ടി മാത്രമേ സംസാരിച്ചുള്ളൂ. അതുവരെ ഒരാൾക്ക് വേണ്ടി സംസാരിക്കാത്ത ഞാൻ അവസാനത്തെ 2 ആഴ്ച അനുമോൾക്ക് വേണ്ടി മാത്രമാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്തത്. അത് മറ്റൊന്നും കൊണ്ടല്ല. അനുമോൾ അതിനകത്ത് നേരിട്ട അറ്റാക്കിംഗ് കാരണമാണ്. പുറത്ത് ഇങ്ങനെ കുറേ കളികൾ നടക്കുന്നുണ്ടെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. അത് നമുക്ക് ആർക്കും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. സീരിയസ്ലി അത് ഞാൻ ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. അകത്ത് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ
അവിടുത്തെ അറ്റാക്ക് കണ്ടത്തിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ പുറത്ത് എത്രമാത്രം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നു, മറ്റുള്ളവരെ കുറിച്ച് എത്രമാത്രം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നു, ഇത് നമ്മൾ കാണാതെ പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് അനുമോളുടെ ചേച്ചിക്ക് അത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതേ നൂബിനും പിന്നെയും ചോദിച്ചുള്ളൂ. ബാക്കി അവരത് ഒഴിവാക്കിയിട്ടില്ല, അവരതൊരു ബ്രാൻഡഡ് പോലെ തന്നെയാണ് എടുത്തിരുന്നത്. വിനു എന്താ പറഞ്ഞത്? പേരോ അനുമോളുടെ ആ ഫാൻ ഗ്രൂപ്പിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പുറത്താക്കിയ കുറച്ച് പേർ ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിനകത്ത് അനുമോളുടെ ചേച്ചിയും ഉണ്ട്, അവിടെ നിന്നാണ് ഈ ചാറ്റ് ഉണ്ടായത് എന്നാണ് പറഞ്ഞത് വിനു പറയുന്നത്. ഈ പെൺകുട്ടി കറക്റ്റ് ക്ലാരിറ്റിയോടെ കാര്യം പറഞ്ഞു. അവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് ഈ പെൺകുട്ടി പറയുന്നു. ഇവിടെയാണ് വിനുവിൻ്റെ സ്ക്രിപ്റ്റ് പാളിപ്പോയത്. ലേശം എളുപ്പമുണ്ടോ? ലേശം. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ഇപ്പം നിങ്ങളാണ്. കുടുംബത്തെ പോലും ഇതിനകത്ത് വലിച്ചഴിച്ച്, അനാവശ്യമായിട്ട് 2 വ്യക്തികളെ വലിച്ചഴിച്ച് നിങ്ങൾ വിനുവിനെ വെളുപ്പിക്കാൻ വേണ്ടി 2 പേരുടെ അങ്ങോട്ട് കച്ചകെട്ടി ഇറങ്ങി. പക്ഷെ വെളുക്കുന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ വീഡിയോ കുറച്ച് അധികം ലെങ്തിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. കാരണം 2 ദിവസമായിട്ട് ഞാൻ, 2 അല്ല കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ഇത് സംസാരിച്ചാൽ കേൾക്കുന്നവരെ ഒരു പക്ഷേ ബിന്നെ വെളുപ്പിക്കാൻ നീ വന്നതല്ലെന്ന് ചോദിക്കും, അതുകൊണ്ട് വേണ്ട, വെറുതെ അവരെ വീണ്ടും ഹെയ്റ്റിലേക്ക് വിടണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷേ ഇനി ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസാക്ഷിയുണ്ട്. എൻ്റെ മനസാക്ഷിയെ നിരക്കാത്ത കാര്യമായി പോവത്. അവൻ്റെ സുഹൃത്താണ് ഞാനെന്ന് പറയുന്നതിൽ ഞാൻ ഇപ്പോഴും അഭിമാനിക്കുകയാണ്. ഇന്നുവരെയും ആരെക്കുറിച്ചും ഒരു അനാവശ്യം എവിടെയും പറഞ്ഞിട്ടില്ല. അവന് നേരെ വരുന്ന ആരോപണങ്ങളെ പോലും അവൻ മാറി നിന്ന് നോക്കി നിൽക്കത്തേ ഉള്ളൂ. അവൻ തിരിച്ച് റിയാക്ട് ചെയ്യാൻ പോകാറില്ല. പക്ഷേ അവൻ്റെ വൈഫിനെതിരെ വരുന്ന ആരോപണം, അവിടെ വൈഫിനെ സേവ് ചെയ്യാൻ വേറെ ആരും വരില്ലല്ലോ, അവൻ തന്നെ ഇറങ്ങണമല്ലോ. അതിൻ്റെ പേരിൽ അവൻ 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു, നീ അതിൻ്റെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, നീ അത് വിട്ടേക്ക് എന്നോ. ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ന്യായം? ആരാണ് ഇതിനകത്ത് വില്ലൻ? ആരുടെ മാനിപ്പുലേഷനിലാണ് അനുമോൾ പെട്ടുപോയത്? നിങ്ങൾക്ക് തീരുമാനിക്കാം. വീണ്ടും കാണാം.